എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഷിങ്കി ആണെങ്കിൽ ഫുക്കാഗെ കൊണ്ട് ഉഷാറായിട്ട് നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കും. അതേസമയം ബൊറൂട്ടോയും അവന്റെ ക്ലൗൺ ആണെങ്കിൽ ഇപ്പൊ ഷിങ്കിയുടെ വേഷത്തില് ആ വില്ലനെ ദശ തെറ്റിച്ചിരിക്കുകയാണ്. ഷിങ്കി ഒരു വിധത്തില് ലീഫ് വില്ലേജിന്റെ തൊട്ടടുത്തെത്തും. അപ്പോഴായിരിക്കും നമ്മുടെ മിറായി. അവളാണെങ്കിൽ അവളുടെ ബ്ലേഡ് ഒക്കെ എടുത്ത് ഷിങ്കിയെ തടയും. നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? ഉടനെ അവൻ മിറായുടെ അടുത്തേക്ക് നടന്നു വന്ന് അവന്റെ കയ്യിലുള്ള ഫുക്കാഗുവെ അവൾക്ക് നേരെ നീട്ടും. മിറായി ഷോക്കായിട്ട് ചോദിക്കും, നീ ഗാരയുടെ മകൻ ഷിങ്കയല്ലേ? അതിനവൻ പറയും, അതെ, ഞാൻ അത്യാവശ്യമായിട്ട് ഹൊക്കാഗെ നറൂട്ടോയെ കാണാനാണ് ഇവിടേക്ക് വന്നത്. എനിക്കിത് അദ്ദേഹത്തെ ഏൽപ്പിക്കണം. കറക്റ്റ് ടൈമില് സായി അവിടേക്ക് വരും. സായി ഇപ്പോ അവന്റെ അടുത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കും. അവനാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നു വിടാതെ സായിയോട് പറയും. സായി പറയും, എത്രയും പെട്ടെന്ന് ഈ വില്ലേജിലുള്ള എല്ലാ അതോറിറ്റികളെ അറിയിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് നമുക്ക് കൊടുക്കണം. സായി ആണെങ്കിൽ ഇപ്പൊ ഷിങ്കിയുടെ കയ്യിലുള്ള ഫുക്കാഗുവെ ഏറ്റുവാങ്ങും. അതേസമയം ഇവിടെ ബൊറൂട്ടോയും അവന്റെ ക്ലൗണും അവർ രണ്ടുപേരും നിൽക്കാതെ ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരുപാട് സമയം ആ വില്ലൻ്റേത് കളയണം. ഷിങ്കി സേഫായി ഫുക്കാഗു അവിടെ എത്തിക്കുന്നത് വരെ ഇവൻ അവിടേക്ക് പോകാൻ പാടില്ല. അതുമാത്രമാണ് ബൊറൂട്ടോയുടെ മനസ്സിലുള്ള ഏക കാര്യം. പക്ഷെ വില്ലനാണെങ്കിൽ അതിനെ അനുവദിക്കില്ല. അവൻ അങ്ങനെ ചാടി വീണ് ബൊറൂട്ടോയെയും അവന്റെ ക്ലൗണിനെയും പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്യും. ആ ഒരു അടിയില് ഇപ്പൊ ഷിങ്കിയായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ക്ലൗണ് അത് തകർന്നു പോവാണ്. വില്ലനാണെങ്കിൽ അവന്റെ ക്ഷമ നഷ്ടപ്പെടും. അവൻ ഷിങ്കിയുടെ ഷാഡോ പാരലൈസിങ് ജിപ്സു അതുപയോഗിച്ച് ബൊറൂട്ടോയെ ലോക്ക് ചെയ്യും. അതിനുശേഷം അവന്റെ കയ്യിലുള്ള പാത്രം അത് പിടിച്ചു വലിച്ചു വാങ്ങും. അതിലാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഉടനെ ബൊറൂട്ടോ ചിരിക്കും, ഫുക്കാഗു അവനിപ്പോ എന്റെ പപ്പയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. വില്ലൻ അങ്ങനെ ക്യാഷ്വലായിട്ട് കൈ ചുരുട്ടി ബൊറൂട്ടോയുടെ തലയ്ക്കൊരൊറ്റ ഇട്ടി. ഓ, അപ്പൊ നീ റിയൽ ബൊറൂട്ടോ തന്നെയാണല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നിന്നെ ഹോസ്റ്റേജായി പിടിച്ചു വെച്ച് ഫുക്കാഗുവെ ഞാൻ തന്നെ സ്വന്തമാക്കും. കാര്യം വഷളാവുന്നു മനസ്സിലാക്കിയ ബൊറൂട്ടോ അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് പുറകിലൂടെ ആ വില്ലനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ കാര്യം പിടികിട്ടിയ വില്ലൻ ആ ഒരു ക്ലൗണിനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിലുള്ള സ്റ്റിക്ക് അതുപയോഗിച്ച് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നമ്മുടെ റിയൽ ഷിങ്കി അവനിപ്പോ തിരികെ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവന്റെ അയൺ സാൻഡ് ഉപയോഗിച്ച് ആ വില്ലനെ അവനെ അട്ടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം അതേ സാൻഡിൽ തന്നെ അവനെ ലോക്ക് ചെയ്യാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഷിങ്കിയെ കണ്ട് ഭയങ്കര സന്തോഷം. അതിന് ഷിങ്കി, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സേഫായി ഫുക്കാഗുവെ ലീഫ് വില്ലേജിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി ഇവന്റെ കാര്യം അത് നമുക്ക് നോക്കാം. പക്ഷെ അടുത്ത നിമിഷം ഒറോട്സുചി അവനാണെങ്കിൽ ആ ഒരു ലോക്ക് തകർത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഒറോട്സുചി ഷിങ്കിയെയും ബൊറൂട്ടോയും മാറി മാറി നോക്കും. എനിക്ക് 2 ഹോസ്റ്റേജുകളുടെ ആവശ്യമില്ല, ഒരാളെ മാത്രം മതി. നിങ്ങൾ ഒരാളെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് നടന്നെടുക്കും. വില്ലനാണെങ്കിൽ ഇപ്പൊ ഷിങ്കിയെ അറഞ്ചം പുറഞ്ച ആഞ്ഞടിക്കും. പക്ഷെ ഷിങ്കി അവന്റെ അയൺ സാൻഡ് വെച്ച് അവന്റെ ഓരോ പഞ്ചും ഇപ്പൊ ബ്ലോക്ക് ചെയ്യും. ബൊറൂട്ടോ ആണെങ്കിൽ റെസ്റ്റോറന്റ് ക്രിയേറ്റ് ചെയ്ത് അവർ നേരെ ആഞ്ഞടിക്കാനായിട്ട് പോകും. അത് കണ്ട വില്ലൻ ഇപ്പൊ ഒരു ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോവാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ വീണ്ടും പഴയതുപോലെ ആ ഒരു കണ്ണ് അവേക്കനാവുകയാണ്. ആ വില്ലൻ ഏതു വഴി വരുന്നുവെന്ന് അവന് പിടികിട്ടും. വില്ലന്റെ ഓരോ ദിശയും അറ്റാക്കും മനസ്സിലാക്കിയ ബൊറൂട്ടോ അതനുസരിച്ച് ഓരോ ഭാഗത്തേക്ക് തെന്നി മാറാനായിട്ട് തുടങ്ങും. ഷിങ്കി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ കണ്ണ് കണ്ട് അത്ഭുതപ്പെട്ട്, ഈ കണ്ണിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതിന് ബൊറൂട്ടോ പറയും, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ കണ്ണിന്റെ പവർ കിട്ടാറുണ്ട്. ഇതുപയോഗിച്ച് എനിക്ക് അവൻ ഏതു ഭാഗത്തു നിന്നാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരിക എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അത് മനസ്സിലാക്കി ആ വില്ലനെ തിരികെ അടിക്കും. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ കമ്പൈൻ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. അയൺ സാൻഡും റെസണൻ പവറും അത് ക്രിയേറ്റ് ചെയ്ത് അവർ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ വില്ലൻ അവൻ അട്ടിച്ചു വീഴുകയാണ്. വില്ലനാണെങ്കിൽ കഷ്ടപ്പെട്ട് വീണ്ടും അവന്റെ ബോഡി പഴയതുപോലെ ആക്കി അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. അടുത്ത നിമിഷം സാസുക അവൻ അവിടേക്ക് വന്ന് ആ വില്ലനെ നേരിടുകയാണ്. സാസുകയെ കണ്ടതും വില്ലൻ പേടിച്ചു വരച്ച് ഇപ്പൊ മറ്റൊരു ഡയമെൻഷനിലേക്ക് അതിലേക്ക് പോയി രക്ഷപ്പെടും. ബൊറൂട്ടോ ഷിങ്കിയോ ആണെങ്കിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ പവറൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ബോധം കെട്ട് താഴെ വീഴും. ഇവിടെ ഹോസ്പിറ്റലില് ഗാറ ഇപ്പോ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. കങ്കൂറയാണെങ്കിൽ ആരും അറിയാതെ ഒരു പപ്പടിനുള്ളിൽ ഒളിച്ചിരുന്നിരുന്നു. അവരും ഇപ്പൊ സേഫ് ആയിട്ട് പുറത്തേക്ക് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ സായി ആണെങ്കിൽ ഷിക്കാഗോയെ സേഫ് ആയിട്ട് ബൊറൂട്ടോ ഏൽപ്പിക്കും. നടന്ന എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നറൂട്ടോട് പറയും. അപ്പൊ കറക്റ്റ് ആയിട്ട് സാസുകയും ഗാറയും അവരും ഇപ്പൊ ഓക്കെ ആയി അവിടേക്ക് വരികയാണ്.
മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും ഷിക്കഡയും അവർ രണ്ടുപേരും കാര്യമായിട്ട് എന്തോ സംസാരിക്കുകയാണ്. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ആറയെയും ഷിങ്കയെയും യാത്ര അയക്കാൻ തയ്യാറായിട്ട് നിൽക്കും. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഷിങ്കയുടെ പേര് വിളിച്ച് അവിടേക്ക് ഓടിയെത്തും. ഷിങ്കി, നീ ഗ്രാമത്തിൽ നിന്ന് പോവാണല്ലേ? എന്നോടൊരു വാക്ക് പോലും പറയാതെ നിനക്ക് എങ്ങനെ പോവാൻ തോന്നി? നെക്സ്റ്റ് ടൈം നീ ലീഫ് വില്ലേജ് ചുറ്റിക്കാണാൻ തീർച്ചയായിട്ടും വരണം. ഞാൻ നിനക്ക് ഇവിടെ മുഴുവൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ബൊറൂട്ടോ ഒരുപാട് ഹാപ്പിയായി ഫീസ്റ്റ് ബോംബ് അടിക്കാൻ അങ്ങനെ കൈനീട്ടും. പക്ഷെ ഷിങ്കി ആണെങ്കിൽ അതങ്ങനെ മൈൻഡ് ചെയ്യാതെ ട്രെയിനിൽ കയറി അവരുടെ യാത്ര തുടങ്ങുകയാണ്. ബൊറൂട്ടോ ഒരുപാട് വിഷമത്തോടെ അവനെ നോക്കും. ഷിങ്കി ആണെങ്കിൽ അവനെ നോക്കി ചിരിച്ചു കാണിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും ആ വില്ലനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ്. ഫുക്കാഗുവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് നേരമായി ഈ പാത്രത്തില് അടങ്ങിയിരിക്കുന്നു, ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് നറൂട്ടോ പറയും, നമ്മുടെ മുൻപില് ഇപ്പൊ വേറെ വഴിയില്ല, തൽക്കാലം നീ ഈ പാത്രത്തിലിരിക്കണം, നിന്നെ കുറച്ച് നാളിന് ശേഷം സേഫായിട്ട് ഞാൻ തിരികെ കൊണ്ടുപോവാം. ഷിക്കാഗോനാണെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷനാവും. ഞാനൊരിക്കലും ആ 9-10 കൂടെ ഇവിടെ നിൽക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനും അവനും ഒരിക്കലും സെറ്റ് ആവില്ല. അതിനാ 9-10 ആണെങ്കിൽ ഇപ്പൊ ഷിക്കാഗോയെ നോക്കി കളിയാക്കും. അങ്ങനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അടിയിടി ബഹളം. അടിക്കെല്ലാം ശേഷം നറൂട്ടോ ആണെങ്കിൽ ഡ്യൂട്ടിയൊക്കെ അവസാനിച്ച് ഷിക്കാഗോയെ ആ പാത്രത്തോടു കൂടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാണ്. ഹേമാവരിക്കാണെങ്കിൽ ഷിക്കാഗോയുടെ പാത്രവും അവന്റെ ഫേസ് ഒക്കെ കണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കാൻ തുടങ്ങും. ഷിക്കാഗോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹേമാവരി ആണെങ്കിൽ അതിനെ വിട്ടുകൊടുക്കാതെ അമ്മയൊക്കെ കാണിച്ച് അങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നറൂട്ടോ ആണെങ്കിൽ ലീവൊക്കെ എടുത്ത് ഇപ്പോ ഷിക്കാഗോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വീട്ടിൽ തന്നെ ഇരിക്കും. ഹേമാവരി ആണെങ്കിൽ ഷിക്കാഗോയെ താഴത്തും തറയിലും വെക്കാതെ അവളുടെ നെഞ്ചോട് ചേർത്ത് വെക്കും. ഷിക്കാഗോ ദേഷ്യപ്പെട്ട് പറയും, ഞാനൊന്നും നിന്റെ കളിക്കൂട്ടുകാരനൊന്നും അല്ല, ഞാൻ വലിയൊരു ടെയിൽഡ് ബീസ്റ്റ് മോൺസ്റ്റർ ആണ്. ഞാനൊരിക്കലും ഇതുപോലെ അകത്തൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളേ അല്ല. ഷിക്കാഗോ എന്തൊക്കെ പറഞ്ഞിട്ടും അവർക്ക് ആർക്കും യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. ഷിക്കാഗോന്റെ സംസാരമൊക്കെ കേട്ട് ഹേമാവരിക്കാണെങ്കിൽ അതിനോടുള്ള സ്നേഹം ഇരട്ടിയായി മാറും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ടെയിൽഡ് ബീസ്റ്റുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അവൻ അറിയാത്ത കാര്യങ്ങൾ ഒന്നൊന്നായി നറൂട്ടോ പറഞ്ഞു കൊടുക്കും. എന്റെ ബോഡിയിൽ, ഗാരയുടെ ബോഡിയിൽ അങ്ങനെ ഒരുപാട് പേരുടെ ബോഡിയിലായിട്ട് മോൺസ്റ്റേഴ്സ് ഉണ്ട്. എന്റെ ബോഡിയിലുള്ളത് 9-tail കുറാമയാണ്, അതെന്നെ ഒരുപാട് ഘട്ടത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നറൂട്ടോ ആണെങ്കിൽ കുറാമയായിട്ട് ചേർന്ന് നടത്തിയ ഫൈറ്റ് അതെല്ലാം ഒന്ന് ആലോചിച്ചെടുക്കും. അങ്ങനെ സ്റ്റോറി എല്ലാം പറഞ്ഞതിന് ശേഷം ഇപ്പൊ നറൂട്ടോ അവനാണെങ്കിൽ ആ ടെയിൽഡ് ബീസ്റ്റുകളെല്ലാം വിളിച്ചു വരുത്തി കാര്യമായിട്ട് എന്തോ ഒരു ഡിസ്കഷൻ നടത്തുകയാണ്. ടെയിൽഡ് ബീസ്റ്റുകളാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ജീവിതം അതെങ്ങനെയാണെന്ന് നറൂട്ടോയോട് പറയാൻ തുടങ്ങും. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവരവരുടെ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു പീസ്ഫുൾ ലൈഫ് അത് നയിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹേമാവരി ആണെങ്കിൽ ഷിക്കാഗോയെ അവളുടെ കൂടെ തന്നെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അങ്ങനെ എല്ലാ സമയത്തും കൂടെ കൊണ്ട് നടക്കും. പക്ഷെ ഷിക്കാഗോനാണെങ്കിൽ അതൊന്നും തീരെ ഇഷ്ടാവില്ല. അവനാണെങ്കിൽ ആരും കാണാതെ നൈറ്റ് പതിയെ ഹേമാവരിയുടെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരാൻ ശ്രമിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നറൂട്ടോ അവൻ ഫാമിലി ആയിട്ട് ഇപ്പൊ ഓഫ് ഒക്കെ എടുത്ത് പുറത്ത് കറങ്ങാൻ പോകും. ഷിക്കാഗോ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഓക്കെയാണ്. അവനാണെങ്കിൽ ഹേമാവരിയുടെ കൂടെ അവളുടെ എല്ലാ കുസൃതിക്കും കൂടെ നിൽക്കും. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് അവരിപ്പോ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ ആ സ്ഥലമൊക്കെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് അവനിപ്പോ അവിടെ കിടന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങും. ബൊറൂട്ടോയും ഹേമാവരിയും അവർ രണ്ടുപേരും ഷിക്കാഗോ ആയിട്ട് ഏതോ ഒരു ഭാഗത്തേക്ക് കളിക്കാനായിട്ട് ഓടും. അല്പസമയം കഴിയുമ്പോൾ ഷിക്കാഗോ അവനാണെങ്കിൽ ഹേമാവരിയെ തനിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവളോട് അവൾ എങ്ങനെയാണ് ആ 9-tail കൺട്രോൾ ചെയ്തതെന്ന് ചോദിക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഷിക്കാഗോ ആണെങ്കിൽ അത് കേട്ട് ഒരുപാട് ടെൻസ്ഡ് ആവും. എനിക്ക് നിന്നോട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട, നിനക്കൊന്നും അറിയില്ല, നീ ഒരു മണ്ടിയാണെന്ന് പറഞ്ഞ് അവൻ അടുത്തുള്ള ഒരു മരത്തിന് ചോട്ടിൽ പോയി കിടന്നുറങ്ങാൻ തുടങ്ങും. ഹേമാവരിക്കാണെങ്കിൽ ഒത്തിരി സങ്കടാവും. അവൾ തിരിച്ച് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അപ്പോൾ വേസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ചില ആൾക്കാർ അവർ ആ മരത്തിന്റെ അടുത്തേക്ക് വന്ന് ഷിക്കാഗോ കിടക്കുന്ന ആ ഒരു പാത്രം അത് കാണും. അതൊരു വേസ്റ്റ് ആണെന്ന് കരുതി അവരിപ്പോ അത് എടുക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ബൊറൂട്ടോയും ഹേമാവരിയും അവർ രണ്ടുപേരും ആ മരത്തിന്റെ അടുത്തേക്ക് വരും. പക്ഷെ അവിടെയാണെങ്കിൽ ഇപ്പൊ ഷിക്കാഗോ ഇല്ല. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ആ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളോട് അവിടെ ഉണ്ടായിരുന്ന ആ പാത്രത്തെ കുറിച്ച് ചോദിക്കും. അയാൾ പറയും, അത് ഞങ്ങൾ ഓൾറെഡി ആ ഗാർബേജ് യാർഡിലേക്ക് വലിച്ചെറിഞ്ഞു. ബൊറൂട്ടോയ്ക്കും ഹേമാവരിക്കും അത് കേട്ട് ടെൻഷനാവും. അവർ ഉഷാറായിട്ട് ചാടി ഓടി ആ യാർഡിലേക്ക് വരാണ്.
ഹേമാവരിക്കാണെങ്കിൽ ടെൻഷനായി അവളുടെ വ്യാഹു കണ്ണ് അത് ആക്ടിവേറ്റ് ആവും. അവൾ അതുപയോഗിച്ച് ഷുക്കാഗുവെ കണ്ടുപിടിച്ച് അവനുള്ള ഭാഗത്തേക്ക് വന്ന് അവിടെ ആഞ്ഞടിക്കും. ഷുക്കാഗുവും അവന്റെ പാത്രവും അതങ്ങനെ മുകളിലേക്ക് തെറിച്ചു പോവാണ്. അവൾ ഷുക്കാഗുവിനെ ചാടിപ്പോയി ക്യാച്ച് ചെയ്യും. പക്ഷെ എന്താ, അവളുടെ വ്യാഹു പവർ അത് നഷ്ടപ്പെടും. അത് കണ്ട ബൊറൂട്ടോ അവളെ ഷുക്കാഗുവിനെ ഒരുമിച്ച് ക്യാച്ച് ചെയ്ത് ഇപ്പൊ താഴേക്ക് സേഫ് ആയിട്ട് ഇറക്കും. അങ്ങനെ ട്രിപ്പൊക്കെ അവസാനിച്ച് നെക്സ്റ്റ് ഡേ നറൂട്ടോ ആണെങ്കിൽ ഷുക്കാഗുവേയും കൊണ്ട് തിരികെ മാൻഷനിലേക്ക് പോവാണ്. മാൻഷനിൽ വന്ന ഷുക്കാഗു അവൻ വളരെ കംഫർട്ടായിട്ട് കൂർക്കം വലിച്ചുറങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.